ഫ്രണ്ട്സ് എല്ലാവർക്കും മഹേഷ് ബ്ലോഗ് യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാന്താക്ലോസിന്റെ മുഖംമുടിയാണ്, ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖംമുടി. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞാല് കുറച്ച് വെറൈറ്റി രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വരുന്നത്. അപ്പൊ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ആവശ്യമുണ്ട്, ഒരു മാസ്ക്, പ്ലാസ്റ്റിക് മാസ്ക് ആണ്. നമ്മൾ കൊറോണക്ക് ഉപയോഗിക്കുന്ന ചെറിയ മാസ്ക് അല്ല, ഇതുപോലത്തെ ഒരു മാസ്ക്, പ്ലാസ്റ്റിക് മാസ്ക് ആണ്. ഏകദേശം 10 രൂപ കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ ഈ സംഭവം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബെൻട്ടനാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബെൻട്ടനെ. അപ്പൊ ഈ ബെൻട്ടനെ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ ഇതെങ്ങനെ തരാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിക്കുള്ളൂ. അപ്പൊ വീഡിയോ എടുക്കാം. ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കുട്ടീന്റെ മുടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. കാരണം പൊന്തി നിൽക്കുന്ന മുടി നമുക്ക് ആവശ്യമില്ല, ഒരു ഡീസന്റ് ചെക്കനാക്കി മാറ്റണം. ഇപ്പൊ മുകളിലത്തെ മുടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനടുത്ത ശേഷം നമുക്ക് വേണ്ടത് അപ്പൂപ്പിന് താടി കൂടുതലാണ്. ഇപ്പൊ ചെറിയ ചെക്കനായതുകൊണ്ട് അധികം താടിയില്ല, അപ്പൊ നമ്മൾ എക്സ്ട്രാ ആയിട്ട് താടി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ A4 പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു അളവ് നോക്കുക, എങ്ങനെ എത്ര വലുപ്പത്തിൽ വേണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് അതിനുശേഷം ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു താടിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇതേപോലെ വരച്ചതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഷേപ്പ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ താടി റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച താടി. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊന്ന് കളർ ചെയ്യുകയാണ്. ഒരു റിയാലിറ്റി തോന്നാനാണ്, ഒരു പെർഫെക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. ഇപ്പോൾ മുഖത്തും മുടിയും ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതേപോലെ നല്ലൊരു ഒറിജിനാലിറ്റി ചെറുതായിട്ട് തോന്നിക്കും, അത് ഞാൻ കളർ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനൊരു മീശ, അപ്പൂപ്പൻ്റെ ഒരു മീശ, കുറച്ച് വലിയ മീശ ഏകദേശം അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അത് കളർ ചെയ്ത് കൊടുക്കുക. വൈറ്റ് ആണ് നമ്മൾ കളർ ചെയ്യുന്നത്. കാരണം വൈറ്റ് താടി, വൈറ്റ് മീശ, വൈറ്റ് പിരികം. ഈ മീശ ഇതേപോലെ കളർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ പോകുന്നത് പിരികങ്ങളാണ്. കറുപ്പ് പിരികങ്ങൾ വെള്ള പിരികാക്കി മാറ്റുക. അതും ഇതേപോലെ വൈറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ 2 പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മോൾ ഭാഗത്തൊരു മുടി നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പിരികങ്ങളുടെ ഇടയിലുള്ള ഒരു ചുവപ്പ് മുടി ഒന്ന് കളർ ചെയ്ത് കൊടുത്ത് സ്കിന്നിന്റെ അതേ നിറത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കണ്ണാണ് വരയ്ക്കേണ്ടത്. കണ്ണൊന്ന് ജസ്റ്റ് കളർ കൂട്ടി കൊടുക്കാം. അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കാണാം, നമുക്ക് ഒട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നേരത്തെ വെട്ടിവെച്ച ആ പേപ്പർ താടി അതൊന്ന് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റാപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ ഇതേപോലെ അടിച്ചു കൊടുക്കുക. എന്നാൽ അവിടെ ടൈറ്റായി മുറുകി നിന്നോളും, വലിച്ചാൽ പെട്ടെന്ന് പോരൂല. ഇതിൽ നമ്മൾ താടിയും മുടിയായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ള പഞ്ഞിയാണ്. പശ തേച്ചതിന് ശേഷം ഈ പഞ്ഞി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ താടിയും മുടിയും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ മാസ്ക് റെഡി ആയി കഴിഞ്ഞു. ബെൻട്ടൻ അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനായെന്നുമാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.